അപ്പൊ അങ്ങനെ ഒരു സൃഷ്ടിയുടെ കാരണം എന്താ? സൃഷ്ടിയല്ല, ഇതൊരു സങ്കല്പമാണ്. സങ്കല്പമാണ്. 10 തലകൾ ഉണ്ടായിരുന്നു. നമ്മൾ പലരും പറയില്ലേ ഈ ഇരട്ടച്ചങ്കായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇരട്ട ചങ്കുള്ളത് കൊണ്ടല്ല പറയുന്നത്. പക്ഷെ അത്രയും സ്ട്രോങ് ആയിരുന്നു, അത്രയും സ്ട്രോങ് മാൻ എന്നുള്ള രീതിയിലാ പറയാ. അതെ. അപ്പോ ഇതുപോലെ തന്നെയാണ് 10 തല. 10 തല എന്ന് പറഞ്ഞാൽ 10 ഇന്ദ്രിയങ്ങളെയും ഒരുപോലെ അനുഭവിക്കുന്ന, ഒന്നിനും പ്രാധാന്യം കൂടുതലില്ലാത്ത, മനസ്സുകൊണ്ട് 10 ഇന്ദ്രിയങ്ങളെയും ഒരുമിച്ച് അനുഭവിക്കുന്നവൻ. അപ്പോ ഒരു ഇന്ദ്രിയത്തെ കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല. 10 ഇന്ദ്രിയത്തിനും തുല്യ പ്രാധാന്യമാണ്. അപ്പൊ അവിടെ വരുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ ജ്ഞാനേന്ദ്രിയത്തിന് പ്രാധാന്യമില്ല. 6ാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന ജ്ഞാനേന്ദ്രിയത്തിനും പ്രാധാന്യമില്ല, അറിവിന് പ്രാധാന്യമില്ല, എല്ലാത്തിനും ഒരുപോലെ തന്നെ പ്രാധാന്യമുള്ളൂ. അപ്പൊ ഒന്നിനും പ്രത്യേകതയല്ല, ദഹനേന്ദ്രിയത്തിനും ഇല്ല. അതെ, എല്ലാം ഒരുപോലെ. ജനനേന്ദ്രിയത്തിനും ഒരുപോലെ, ജ്ഞാനേന്ദ്രിയത്തിനും ഒരുപോലെ, ഒന്നിനും ഒന്നിന്റെ മേലെ സ്വാധീനമില്ല. ഇതെല്ലാം മനസ്സ് ആഘോഷിക്കുന്നു, ഹരിക്കുന്നില്ല. ഹരിഭക്തനല്ല. മനസ്സിലാകുന്നുണ്ടോ? ശരീരത്തിന് അതായത് ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു, ഹരിഭക്തനല്ല. ഒന്നിനെയും മനസ്സുകൊണ്ട് ഹരിക്കുന്നില്ല, ഗുണിക്കുന്നേ ഉള്ളൂ. ഗുണിക്കുമ്പോൾ ഗുണം കുറയും. ജ്ഞാനം കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്, അജ്ഞാനം കൊണ്ട് ഗുണിക്കുകയല്ല വേണ്ടത്. അപ്പോ അങ്ങനെ വരുമ്പോഴാണ് ജ്ഞാനത്തിന് പ്രാധാന്യം ഉണ്ട്. പക്ഷെ ജ്ഞാനം ഒന്നിന്റെയും മേലെയല്ല. രാവണന് ജ്ഞാനമുണ്ട്, പക്ഷെ മറ്റ് പ്രവർത്തികൾ വരുമ്പോൾ അജ്ഞാനിയായി മാറുന്നു. കാരണം 10 ഇന്ദ്രിയങ്ങൾക്ക് തുല്യ പ്രാധാന്യം. അതാണ് രാവണന്റെ പ്രാധാന്യം, രാവണന്റെ പ്രത്യേകത.